വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ മാത്സ്. ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഇപ്പം ചില സമയത്ത് നമുക്കൊരു ചോദ്യം കിട്ടും. അതായത് പല തരത്തിലുള്ള ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് സൈനുണ്ട്, പോസിറ്റീവ് സൈനുണ്ട്. ചിലപ്പം മൾട്ടിപ്ലിക്കേഷൻ വരാൻ, ഡിവിഷൻ വരും. അപ്പോൾ ഏത് ആദ്യം ചെയ്യണം എന്ന് ഒരു സംശയം വരാം. അതിനു വേണ്ടിയുള്ള ഒരു റൂളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏത് ആദ്യം ചെയ്യണം അതിന്. സോ വാട്ട് പാർട്ട് ഷുഡ് വി കാൽക്കുലേറ്റ് ഫസ്റ്റ്? ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണോ, അതോ ഡിവിഷൻ ആദ്യം ചെയ്യണോ, മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണോ? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ആദ്യം എന്ത് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടും? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, നമ്മൾ പലർക്കും പല ഉത്തരമായിരിക്കും കിട്ടുന്നത്. സോ മാത്തമാറ്റീഷ്യൻസ് ഒരു ഓർഡർ ഉണ്ടാക്കി എല്ലാവരും ഒരു ഓർഡർ ഫോളോ ചെയ്യുക. സോ അതിന് പറയുന്നതാണ് ബോഡ്മാസ് അല്ലെങ്കിൽ ബെഡ്മാസ് എന്നും പറയാം. അതിൻ്റെ ബി സ്റ്റാൻഡ്സ് ഫോർ, ഇറ്റ്സ് എൻ അക്രോണിം, ഈസി ടു റിമെമ്പർ. അതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത് ബെഡ്മാസ് ഓർ ബോഡ്മാസ്. ബി സ്റ്റാൻഡ്സ് ഫോർ ബ്രാക്കറ്റ്. അപ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് ഉണ്ട്, ആദ്യം ബ്രാക്കറ്റ് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ് ചെയ്തതിന് ശേഷം എക്സ്പോണൻസ്, അതായത് പവേഴ്സ്, സ്ക്വയർ റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വേണം ചെയ്യാൻ. എന്ന് വെച്ച് പവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 സ്ക്വയറെന്നോ വല്ലതും ചോദ്യത്തിലുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് അതാണ്. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, ബ്രാക്കറ്റ്. അത് കഴിഞ്ഞിട്ട് എക്സ്പോണൻസോ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ്. സോ യു ക്യാൻ സി ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അത് ദ റാങ്ക് ഈക്വലി. സോ ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ ഫസ്റ്റ് ഗോ വിത്ത് ഡിവിഷൻ ഫോളോഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. സോ അതാണ് ബെഡ്മാസ് പറയുന്നത്. ബോഡ്മാസ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓഫ് എന്നാണ്, ഓർഡർ, അല്ലെങ്കിൽ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഏത് റൂൾ വേണേലും നിങ്ങൾക്ക്, ഏത് അക്രോണിം വേണേലും ഓർത്തിരിക്കാം. ഇറ്റ് ഫോളോസ് ദ സെയിം റൂൾ. നമുക്കെന്നാൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യും ഈ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി എളുപ്പം മനസ്സിലാവും. അപ്പോൾ ലെറ്റ്സ് ഡു എ ഫ്യൂ പ്രോബ്ലംസ്. അപ്പം നമ്മൾ പഠിച്ചത് എന്താ? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണമെന്ന്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 1. 2 times. അപ്പോൾ 2 കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 2 times അല്ലെങ്കിൽ 2 into 3 + 2 എന്ന അർത്ഥം. അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ്? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണമെന്ന്. സോ ലെറ്റ്സ് ഡു ബ്രാക്കറ്റ് ഫസ്റ്റ്. ഏത് നമ്പേഴ്സാണ് ബ്രാക്കറ്റിനുള്ളിലുള്ളത്? 3 + 2. സോ വാട്ട്സ് ആൻസർ ഫോർ ദാറ്റ്? 5. പിന്നെ വെളിയിലുള്ളത് എത്രയാണ്? 2 times 5. മനസ്സിലായോ? 2 times മൾട്ടിപ്ലിക്കേഷൻ എവിടെ നിന്ന് വന്നെന്ന്? കാരണം 2 into ബ്രാക്കറ്റ് എന്നായിരുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ 2 into 5. സോ വാട്ട്സ് ആൻസർ? 10. ഇപ്പം നമ്മൾ റൂൾ നോക്കാതെ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് 2 into 3 6, 6 + 2 8 ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ റൂൾ അനുസരിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. സോ ബ്രാക്കറ്റ് ഫസ്റ്റ്. രണ്ടാമത്തെ ഒരു ചോദ്യം, 7 + 2 times 5 ഓർ 7 + 2 into 5. അപ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഇല്ല, എക്സ്പോണൻസ് ഇല്ല, മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് അവനെയാണ് ഉള്ളത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. 2 into 5 10. 7 + 10 മനസ്സിലാകുന്നുണ്ടല്ലോ. എവിടെ നിന്ന് 7 വന്നു? 7 ഈ പാർട്ടാണ്. 7 പ്ലസ് ആണ് നമ്മൾ ചെയ്തത്. 2 into 5 10. 7 + 10 17. നമ്മളല്ലാതെ ചെയ്യുവാണല്ലോ 7 + 2 9. 9 times 5 45. കണ്ട ആൻസർ പല രീതി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റൂൾ ഫോളോ ചെയ്യേണ്ടത്. റൂൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പലർക്കും പല ഉത്തരങ്ങൾ കിട്ടാം. ലെറ്റ്സ് ഡു ദ നെക്സ്റ്റ് വൺ. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിൽ 6 - 2. 6ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? നമുക്കറിയാതെ 4ആണ്. സോ ലെറ്റ്സ് റൈറ്റ് 4 ഹിയർ. പിന്നെ ഉള്ളത് എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 4 -4 എന്നിപ്പം വരുന്നത് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം എന്നാണ്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇവിടെ ഉള്ളത് ഡിവിഷനാണ്. അപ്പം നമുക്ക് ഡിവിഷൻ ആദ്യം ചെയ്യാം. 40 ഡിവൈഡഡ് ബൈ 4. 4 എത്ര വട്ടം 40 പോവും? 10. അപ്പോൾ ആ പാർട്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 10. ഇനി ബാക്കി ലാസ്റ്റ് പാർട്ട് 10 - 4.
What is 10 minus 4? 6. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ആ ഓർഡർ ഓർത്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു ഡു. ലെറ്റ്സ് ഡു അനദർ വൺ. 11 മൈനസ് 1. സോ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 11 മൈനസ് 1 ഈസ് 10. നമ്മൾ നേരത്തെ ഒരു റൂൾ പഠിച്ചായിരുന്നു. ഒരു നമ്പർ പുറത്തുണ്ട്, പിന്നെ ബ്രാക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ അത് ടൈംസ് ആണ്, അത് ഇൻറ്റു ചെയ്യണമെന്നാണ്. സോ 5 ഇൻറ്റു 10 ഈക്വൽസ് 50. അടുത്ത ചോദ്യം, 2 പ്ലസ് 9 സ്ക്വയർ മൈനസ് 2. അപ്പം ഇതിൻ്റെ അത് ബ്രാക്കറ്റ് ഇല്ല, പക്ഷേ എക്സ്പോണൻ്റ് രണ്ടാമത്തെ പവേഴ്സ് ഉണ്ട്. 9 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അറിയാവോ? 9 സ്ക്വയർ എന്ന് വെച്ചാൽ 9 ഇൻറ്റു 9 പറയുന്നതാണ് 9 സ്ക്വയർ. 9 ഇൻറ്റു 9, അതായത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെയിം, ഈ ബേസ് ഒരുപോലെ 2 പ്രാവശ്യം ടൈംസ് ചെയ്യുന്നതിനാണ് ആ സ്ക്വയർ ഇട്ടിരിക്കുന്നത്. സോ 9 ടൈംസ് 9 നമുക്കറിയാം, ഇറ്റ് ഈസ് 81. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് റൈറ്റ് ദി so let's erase this so it makes it bit more sense. Okay, so നമുക്ക് ഇത് erase ചെയ്ത് കളയാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 പ്ലസ് 9 സ്ക്വയർ എത്ര നമ്മൾ എഴുതി? 81 മൈനസ് 2. അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയി. 2 പ്ലസ് 81 എന്ന് വെച്ചാൽ എത്രയാണ്? 81 പ്ലസ് 2 ഈസ് 83. 83 മൈനസ് 2. 83 2 പോയാൽ 81. മനസ്സിലായോ? 81 പ്ലസ് 2 ആദ്യം ചെയ്യുക, ബിക്കോസ് വി ആർ ഗോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. 81 പ്ലസ് 2 ഈസ് 83. 83 2 പോയാൽ 81. ലാസ്റ്റ് ചോദ്യം, 6 ക്യൂബ്. 6 ക്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച സ്ക്വയർ എന്ന് വെച്ചാൽ ബേസ് അതേ പ്രാവശ്യം ഇവിടെ നമ്മൾ 2 പ്രാവശ്യം അതേ ബേസ് ടൈംസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? 6. അപ്പോൾ 6 എത്ര പ്രാവശ്യം ടൈംസ് ചെയ്യണം? ഒരു ഇൻറ്റു ചെയ്യണം. 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്നതിൻ്റെ അർത്ഥം. അപ്പം ബ്രാക്കറ്റിൽ ഇവിടെ. സോ ഫസ്റ്റ് ഏതാ നമ്മൾ ചെയ്യേണ്ടത്? എക്സ്പോണൻറ്റ്, ഇ ബി ഇ, എക്സ്പോണൻസ്. സോ 6 ഇൻറ്റു 6 നമുക്കറിയാം ഇറ്റ് ഈസ് 36. 36 ഇൻറ്റു 6 എത്രയാ? നമുക്ക് കാൽക്കുലേറ്റർ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗുണിച്ച് വേണമെങ്കിലും ചെയ്യാം. സോ 36 ഇൻറ്റു 6 എന്ന് പറയുമ്പം 216 എന്നാണ് വരുന്നത്. ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. 6 ഇൻറ്റു 6 ഇൻറ്റു 6 216. 216. പിന്നെ നമുക്ക് ഡിവിഷനാണ്, ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ലെറ്റ്സ് ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. 216 ഡിവൈഡഡ് ബൈ 8 ചെയ്യണം, 27. പിന്നെ എന്നാ കിടക്കുന്നത്? 27 ഡിവൈഡഡ് ബൈ 9. So 27 divided by 9 is 3. So answer is 3. Okay. ഇത് നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, ഓർഡർ ഓഫ് ഓപ്പറേഷനാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടും കൂടുതൽ ഓപ്പറേഷൻസ് ഉള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. ആ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെ പലതവണ ഒന്ന് ചെയ്ത് മനസ്സിലാക്കുക ആ റൂൾ വെച്ച്. സോ ലെറ്റ്സ് ഹാവ് എ റീക്യാപ്പ്. നമുക്കിപ്പോൾ ഇന്ന് പഠിച്ചെല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സോ ഇന്ന് പഠിച്ചത് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ മാത്സ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ എവിടെ ചെന്നാലും എല്ലാവരും ഈ ഓപ്പറേഷൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പലത് കണ്ടു പല രീതിയിൽ ചെയ്യുവാണെങ്കിൽ പല ആൻസേഴ്സ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് മാത്തമാറ്റീഷ്യൻസ് ഒരു ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൻ്റെ അക്രോണിമാണ് നമ്മളിവിടെ പഠിച്ചത്, BODMAS അല്ലെങ്കിൽ BEDMAS. ഏതാ വേണേലും ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. B stands for ബ്രാക്കറ്റ്. സോ ബ്രാക്കറ്റ് ഫസ്റ്റ്, ഫോളോഡ് ബൈ എക്സ്പോണൻസ്. എക്സ്പോണൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പവേഴ്സ്, സ്ക്വയർ റൂട്ടൊക്കെ വരുന്നതാണ് പിന്നെ ചെയ്യേണ്ടത്. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ദേ റാങ്ക് ഈക്വലി, അതായത് അവർക്ക് ഒരുപോലെയാണ്. പക്ഷേ നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ദേ ഓൾസോ റാങ്ക് ഈക്വലി ആൻഡ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു. ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആൻസേഴ്സ് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക.
കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യമായിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കൂടുതൽ കോംപ്ലക്സ് ആൻഡ് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. സോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകുകയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കണക്ക് ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ എക്സാമ്പിൾസുമായിട്ട് വരാം. പ്ലീസ് സബ്സ്ക്രൈബ് us, please comment, please like us, give us a thumbs up if you like it, and see you then. Bye.